വെൽക്കം ബാക്ക് ടു ഓവർടേക്കർ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു പുതിയൊരു കാറിൻ്റെ റിവീലായിട്ടാണ്. അപ്പോൾ റിവീലിന് കുറച്ചധികം പേരുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഒന്നല്ല കിടക്കുന്നത്, നമ്മുടെ വണ്ടി കിടക്കുന്നത് ഡെസേർട്ടിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഡെസേർട്ടിലോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ ഡെസേർട്ടിൽ പോയിട്ട് നമ്മളെ വണ്ടിയൊക്കെ എടുത്തിട്ട് വരാനുള്ളതാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ പോകുന്നത് നമ്മുടെ ലൂക്കറിൻ്റെ വണ്ടിയിലാണ്. നമ്മുടെ ഗ്യാങ്ങിലുള്ളൊരു മെമ്പർ തന്നെയാണ് നമ്മുടെ ലൂക്കർ. അപ്പോൾ ലൂക്കറിൻ്റെ M5 ആണ് ഇപ്പോൾ ഈ കാണുന്നത്. അത്യാവശ്യം നല്ലൊരു ബിൽഡ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്, ഒരു ക്ലീൻ ബിൽഡ് വണ്ടിയാണ് നമ്മുടെ ലൂക്കർ പോയിൻ്റെ ഉള്ളത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഡെസേർട്ടിൽ കാർ വാഷിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ കാർ ഇട്ടിട്ടുള്ളത്. നമ്മളേതായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. 3-4 ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഓൾറെഡി ആയിട്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വണ്ടി എടുക്കാനുള്ളതാണ്. ഇതാണ് ഗൈസ് നമ്മുടെ ലൂക്കർ ബ്രോ. ഓക്കെ, വേറെ ഏതോ 2-3 വണ്ടികളും വരുന്നുണ്ട്. അപ്പോൾ ഇത് അവിടെ വൈറ്റ് കളർ കാറുണ്ടോ, അതാണ്. പിന്നെ ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടി, ടൊയോട്ട ചേസറാണ്. ഇതൊരു JDM സെഗ്മെൻറ്റിൽ വരുന്ന കാറാണ്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത്യാവശ്യം പവറും കിട്ടും, അതേപോലെ തന്നെ ലക്ഷറി കാറുമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വണ്ടിക്കകത്തൊരു ബിൽഡ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, കുറച്ച് കിറ്റ്സ് കയറ്റിയതേ ഉള്ളൂ. ബാക്കി മൊത്തം സ്റ്റോക്ക് കണ്ടീഷനാണ്. അപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് നമ്മളൊരു ട്രിപ്പ് പോയാലെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. ലൂക്കർ അല്ല, വേറെ ആരോ ആണ് ഓടിക്കുന്നത്. ഞാൻ ഈ ഒരു നിക്ക് നെയിം ഓഫാക്കിയിട്ടേക്കാണ്, അതാണ് കാണാൻ. അപ്പോൾ നമുക്ക് എല്ലാവരോടും പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച്, ട്രിപ്പ് പോകാമെന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും വരാൻ കുറച്ച് ടൈമൊക്കെ എടുക്കും, കാരണം അവിടെ വേറെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, കാറ് സെയിൽ ചെയ്യുന്നൊക്കെ എന്തൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടുന്ന് വിട്ടേക്കാം, അവർ വന്നോളും. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് നമ്മുടെ മൗണ്ടെയിനുള്ള ഒരു സ്ഥലത്തോട്ടാണ്. നമുക്ക് അറിയായിരിക്കും, അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നൊരു സ്ഥലമാണ്. നമ്മുടെ വുഡൻ റിസോർട്ടിലോട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഗൈസ് നമ്മുടെ വുഡൻ റിസോർട്ട് ഇവിടെ അടുത്തൊക്കെ തന്നെയാണ്, മൗണ്ടെയിൻ്റെ അകത്തുള്ള ഒരു സ്ഥലമാണ് വുഡൻ റിസോർട്ട് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഏതോ എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ ഷോപ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ പോയി പിക്ക് എടുക്കാനൊക്കെ അത്യാവശ്യം അടിപൊളിയായിക്കാരം. നമ്മുടെ ഈ ഒരു വണ്ടി എടുത്തതിൻ്റെ പിക്കൊക്കെ നമ്മൾ അവിടെ നിന്നാണ് എടുക്കുന്നത്. കമ്പനിയിൽ നിന്ന് കണക്കുമ്പോഴത്തെ പിക്ക് എടുത്തിട്ട് വരാനാണ് നമ്മുടെ പ്ലാൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏകദേശം കുറച്ച് ദൂരം ഉണ്ട്, അതോടെ ഞാൻ കട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ മൗണ്ടെയിനിൽ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ സ്ഥലത്തോട്ട്. ഇതാ ഈ ഒരു റോഡ് കയറി നേരെ പോയാൽ മതി. ഓക്കെ, ഫോറസ്റ്റ് ഹൗസാണ് നമ്മുടെ റിസോർട്ടിന് ഇവർ പേര് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം ഗൈസ്. നമ്മുടെ വണ്ടി ലുക്കല്ലേ, ഫുള്ള് വൈറ്റ് ലുക്കാണ്, വൈറ്റ് പെയിൻ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പാണ് ഇപ്പോൾ ഉള്ളത് വണ്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്താൽ നമ്മൾ മാറ്റങ്ങളൊക്കെ വരുത്താൻ നോക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇവിടെ അടുത്താണ്, അപ്പുറത്താണ് സത്യം പറഞ്ഞാൽ. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ ഒന്നും ഇടാം, അത്യാവശ്യം എല്ലാവരും വരുന്നവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. കുറേ ആൾക്കാർ ഇനിയും വരാനുണ്ട്. നമ്മളെ ബാക്കിൽ നമ്മുടെ ഒരു ബ്രദർ തന്നെയാണുള്ളത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് വണ്ടി എടുത്ത് അങ്ങോട്ട് പോവാം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എത്തുമെന്നാണ് പറഞ്ഞത്, ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കുറേ പേര് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് അങ്ങോട്ട് പോവാം. ഇവിടെ തന്നെയാണ്, ഇപ്പുറത്ത് തന്നെയാണ്, കുറച്ചൊന്ന് പോയാൽ മതി. ഓക്കെ, കുറച്ച് പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് ഇട്ടിട്ടൊരു പിക്ക് എടുക്കാണ്ട്. അപ്പോൾ കുറേ പേര് ലെഫ്റ്റായി പോയി ഗൈസ്. അപ്പോൾ നേരത്തെ ഞാൻ റെക്കോർഡ് സ്റ്റോപ്പാക്കിയപ്പോൾ പിന്നെ റെക്കോർഡ് സ്റ്റാർട്ടാക്കിയതാണ്, പക്ഷേ റെക്കോർഡായില്ല. അപ്പോൾ നമുക്ക് ഇവിടെ മുതലേ കിട്ടിയിട്ടുള്ളൂ, അതുവരെയുള്ളത് വന്നിട്ടില്ല ഗൈസ്. അപ്പോൾ പിന്നെ നമ്മുടെ ഫോൺ ഭയങ്കര ലാഗായിരുന്നു, ചാർജ് കുറവായിരുന്നു, അപ്പോൾ നല്ല ഹീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടിയൊക്കെ ഇട്ടിട്ട് ഇനി പാർക്ക് ചെയ്ത് നമുക്ക് പിക്കൊക്കെ എടുത്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കുറേ പേരുണ്ട് ഗൈസ് ഇവിടെ. നമ്മുടെ GS ബ്രോ ആണ്. ഓക്കെ, എല്ലാവരും ഇവിടെ ഉണ്ട്. ഈ 2 M5 നമ്മുടെ വണ്ടിയുടെ അപ്പുറത്ത് ഇട്ടിട്ടുണ്ട്. നമുക്കൊരു പിക്ക് എടുക്കാം. ഓക്കെ, നമ്മൾ കമ്പനിയിൽ നിന്നുള്ള പിക്കാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇതാവശ്യം വരുന്ന ഉറപ്പാണ്. ഓക്കെ, 2-3 പിക്ക് എടുക്കുക ഏതായാലും.
ഓക്കെ നമ്മൾ പിക്കൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ റിസോർട്ടിൻ്റെ അകത്ത് കയറാൻ പറ്റുമോ എന്ന് നോക്കാം. നമുക്ക് ഇതിൽ കൂടെ കയറാം. ഓക്കെ, കയറുന്ന വഴിയാണ് നമ്മുടെ കാറുകളൊക്കെ നമ്മൾ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ റിസോർട്ടിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം. ഓക്കെ, ഡോറ് ക്ലോസ്ഡ് ആണ് ഗൈസ്, അകത്ത് കയറാൻ പറ്റുന്നില്ല. പക്ഷെ എൻ്റെ ഉള്ളൊക്കെ ചെറുതായിട്ടൊന്ന് കണ്ടിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ ഓക്കെ അപ്പുറത്താരോ ഫോട്ടോ എടുക്കുന്നുണ്ടോ എന്നൊന്ന് നമുക്കൊന്ന് മാറിക്കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഗൈസ് നമ്മളൊരു ഗിവ് അവേ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗിവ് അവേൻ്റെ വീഡിയോ. അപ്പോൾ അതും എല്ലാവരും കണ്ടിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.